പെമ്മക്കളുള്ളവർക്കേ ഉള്ളൂ അതിജീവിതയുടെ വിഷമം മനസ്സിലാവൂ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന അമ്മമാർ എന്നോട് ക്ഷമിക്കുക. അതായത് ഞാൻ ആ സത്യം നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് പെമ്മക്കളോട് മാത്രമേ സ്നേഹമുള്ളൂ, ആമക്കളോട് സ്നേഹമില്ല. അതെന്താ, ആമക്കളെ തവിട് കൊടുത്ത് മേടിച്ചാണോ എന്നാണ് എൻ്റെ ചോദ്യം. അതായത് എല്ലാവരുടെയും വ്യൂ പോയിൻ്റ് ഇതാണ്. എനിക്കൊരു പെങ്കൊച്ചുണ്ട്, ആ പെങ്കൊച്ചിൻ്റെ ഇതുപോലൊരു അനുഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ സഹിക്കുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വീട്ടിലൊരു ആങ്കൊച്ചുണ്ട്, ആങ്കൊച്ചിനാണ് ഇതുപോലൊരു അനുഭവം വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്തത്? പറയൂ സമൂഹമേ, പറയൂ. അതായത് ദിലീപ് നിരപരാധിയാണ്, എൻ്റെ വീട്ടിലെ ഒരു ആങ്കൊച്ചിനാണ് ഇതുപോലെ നാട്ടുകാരൊക്കെ ഓരോ കാര്യങ്ങളും പറയും. ഏതോ ഒരു പെങ്കൊച്ച് പറഞ്ഞിട്ടില്ല, ഏതോ ഒരു ക്രിമിനൽ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ കൊച്ചിനെ എല്ലാവരും കൂടെ ഇട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, അവൻ നിരപരാധിയാണ് എന്നൊരു വ്യൂ പോയിന്റിൽ ആരും എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് എന്നാണ് എൻ്റെ ഒരു സംശയം. ഇനി പോട്ടെ, പെങ്കൊച്ചിൻ്റെ വ്യൂ പോയിന്റ് തന്നെയാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചോ. അപ്പോൾ ദിലീപിന് ഒരു മകളുണ്ടല്ലോ, അപ്പോൾ ആ മകളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? അതായത് ഉത്തമ, നിങ്ങൾ പറയുന്നത് ദിലീപ് മഹാവൃത്തികെട്ടവനാണെന്നാണല്ലോ പറയുന്നത്. അതായത് നിങ്ങളാണ് ആ സ്ഥാനത്തിരിക്കുന്ന ഒരമ്മയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇത്രയും വൃത്തികെട്ടവനും സ്ത്രീലമ്പടനുമായിട്ടുള്ള ഭർത്താവിൻ്റെ അടുത്ത് കുട്ടിയെ ആക്കിയിട്ട് പോകുമോ? അതും ഒരു പെങ്കൊച്ചിനെ. എന്നാൽ ലീഗലി ഒന്ന് ഫൈറ്റ് ചെയ്യാമല്ലോ. എനിക്ക് എൻ്റെ മകളെ തിരിച്ചു കിട്ടണം, അയാൾ അത്ര വൃത്തികെട്ടവനാണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു തെളിവും കാര്യങ്ങളും കാണുമല്ലോ. ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കോടതി കൊടുത്തു കഴിഞ്ഞാൽ പുല്ലുപോലെ കൊച്ചിനെ നമ്മളെ കൊടുത്ത് നിർത്താൻ പറ്റും. ശരിയാണോ അല്ലയോ? ഇപ്പോൾ ആ കൊച്ച് വലുതായി MBBS പഠിച്ച് ഡോക്ടറായി, എന്നിട്ടും ആ കൊച്ച് അച്ഛൻ്റെ കൂടത്തിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലേ? ഈ രീതിയിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അതായത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ദിലീപ് അകത്ത് കിടക്കണം, നിങ്ങൾക്ക് ദിലീപ് വിരോധം എങ്ങനെ വന്നെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കിക്കേ. ഈ മാധ്യമങ്ങളെന്ന് പറയുന്നവന്മാർ കിടന്നുകൊണ്ട് ഈ ഓരോ കാര്യങ്ങൾ പറയുന്ന വെച്ചിട്ടുള്ള അറിവല്ലേ നിങ്ങൾക്കുള്ളൂ. അല്ലാതെ ഈ സാധനം കൊണ്ടൊക്കെ കോടതി ചെന്ന് കഴിഞ്ഞാൽ നിലനിൽക്കത്തില്ല. നിങ്ങൾ തന്നെ ഈ പറയുന്നത് അടുക്കളപ്പുറകെ വന്ന് നിന്നുകൊണ്ട്, അതായത് ആരെങ്കിലും വന്ന് പറയുക, അതെ അപ്പുറത്തെ വീട്ടിലെ ആ പയ്യനുണ്ടല്ലോ അവൻ കള്ളും കഞ്ചാവുമാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, അവൻ ബാത്റൂമിൽ കയറുമ്പോഴത്തേക്കും പുക പൊങ്ങുന്നത് അത് കഞ്ചാവാണ്, എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ടീംസ് ആയിരിക്കാം നിങ്ങൾ. വല്ലവനും പറയുന്ന പരദൂഷണം അപ്പാടെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആൾക്കാരാണ് ഇപ്പോഴും ദിലീപ് കുറ്റവാളിയാണെന്ന് വിശ്വസിക്കുന്നത് എന്നും ഞാൻ പറയും. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു പയ്യനെ ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടു, അപ്പുറത്തെ വീട്ടിലെ ആ പയ്യൻ അവൻ ഒരു പെങ്കൊച്ചുമായിട്ട് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവർ പലപ്പോഴും ഹോട്ടൽ റൂമുകളിലൊക്കെ പോകാറുണ്ടെന്നും ആ കൊച്ച് ഗർഭിണിയാണെന്നും അവർ നൈസായിട്ട് ഇന്ന സ്ഥലത്ത് പോയിട്ട് അബോർഷൻ ചെയ്തെന്നും ഒക്കെ വന്ന് പറയും. അത് നിങ്ങൾ വിശ്വസിക്കും. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതലും കൂടെ വിശ്വസിക്കും. എന്നിട്ട് നിങ്ങൾ അടുത്ത ആളോട് കുറച്ചും കൂടെ പൊലിപ്പിച്ച് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള പരദൂഷണങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരേ ഉള്ളൂ ഈ സാധനമൊക്കെ വിശ്വസിക്കത്തുള്ളൂ. അല്ലാതെ കണ്ട് തലച്ചോറ് പണയം വെക്കാതെ ലോജിക്കപരമായിട്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാനുള്ള കാര്യമുള്ളൂ ഇതൊക്കെ. പൾസർ സുനിയുടെ ലെറ്റർ ഉണ്ടല്ലോ, ആ സാധനം ഇപ്പോഴും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പൾസർ സുനി ലീക്കഡ് ലെറ്റർ എന്നും പറഞ്ഞൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, സാധനം കിട്ടും. അതൊക്കെ എടുത്തൊന്ന് വായിച്ച് നോക്ക്. ഇതൊക്കെ വായിച്ചിട്ടൊക്കെ തന്നെയാണോ നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നത്? എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കും. അതൊക്കെ വായിച്ച് എങ്ങനെ വിശ്വസിക്കും? ഈ കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതിനകത്ത് കൊച്ചിൻ കനീഫ് ഇങ്ങനെ ലെറ്റർ വായിക്കുന്നുണ്ട്, എനിക്ക് അവരെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സ്റ്റൈലിൽ എഴുതിയിരിക്കുന്നത്. ദിലീപ് ചേട്ടാ എനിക്കൊരു 300 രൂപ തരുമോ? നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന സ്ഥലത്ത് വെച്ച് പ്ലാൻ ചെയ്ത കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലേ. അതിനു മുമ്പ് നമ്മൾ സൗണ്ട് തോമയുടെ ലൊക്കേഷനിലും ഒക്കെ വെച്ചിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലേ, ഇനി ഞാൻ പറയുകയുമില്ലേ. ഇങ്ങനെയുള്ള സാധനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഏത്? പൾസർ സുനി, കൊടും ക്രിമിനലായിട്ടുള്ള പൾസർ സുനി. അയാൾക്ക് അറിയത്തില്ലേ ജയിലിൽ ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞാൽ ഈ സാധനം ഇത് വായിച്ചിട്ടുള്ളൂ അങ്ങോട്ട് കൈമാറത്തോളം, അതുപോലെ തന്നെ അവിടെ തിരിച്ച് വരുന്നതും പൊട്ടിച്ച് വായിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം ഇയാൾക്ക് അറിയത്തില്ലേ? അത് ശരി, ഇതൊക്കെ വിശ്വസിക്കാൻ നിങ്ങളെയൊക്കെ തലക്കകത്ത് എന്തോന്നടേ? അതാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ചുമ്മാ ആലോചിക്കും. വല്ലതും ഈ മീഡിയാസ് ഈ കിടന്ന് തള്ളുന്നതല്ലാതെ ഈ പറഞ്ഞ സാധനമൊക്കെ എടുത്ത് കോടതിയിലോട്ട് കൊണ്ട് കൊടുത്താൽ അതിനെടുത്ത് ദൂരോട്ട് കളയും. മനസ്സിലായോ? ഈ ലെറ്ററാണ് മറ്റാണ് മറിച്ചാണ്, ഇതിനൊക്കെ 100 ചോദ്യം ഉണ്ടായിരിക്കും. അല്ലാതെ നിങ്ങൾ ഈ മീഡിയാസ് പറയുന്ന പോലെ അല്ല. കോടതിയിലൊക്കെ കൊണ്ട് ഒരു ലെറ്റർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നോക്കി ഇത് പേന എവിടെ നിന്ന് കിട്ടി, ഇത് ആരെഴുതി, ആരുടെ കൈയക്ഷരം, അവനോട് ഒന്നുകൂടെ വായിക്കാൻ പറയും. അല്ലെങ്കിൽ അവിടെ ഒന്ന് പ്രതിഭാഗം ചോദിക്കും, നീ ആ ലെറ്ററിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞതല്ല എന്നുണ്ടെങ്കിൽ ഇവൻ അവിടെ പപ്പ അടിക്കും. കുറേ പേര് മൊഴി മാറ്റിയെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. ഈ മൊഴി മാറ്റിയെന്ന് പറഞ്ഞാൽ എന്താ? ഈ മൊഴി എന്ന് പറയുന്ന സാധനം നമ്മുടെ കൈപ്പടയിൽ ഇങ്ങനെ എഴുതിയിട്ട് അടി സൈൻ ചെയ്ത് കൊടുക്കുന്ന സാധനമൊന്നും അല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നപോലെ എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നു, ഒരാൾ ഓടിപ്പോകുന്നു, നമ്മൾ കണ്ടു, അപ്പോൾ നമ്മൾ സാക്ഷിയാണെന്ന് വെച്ച് കഴിഞ്ഞു. അപ്പോൾ കേസ് സ്ട്രോങ് ആകാൻ വേണ്ടി നമ്മൾ കണ്ടില്ലെങ്കിൽ കണ്ടു എന്നൊക്കെ ആക്കിയെന്ന് വെച്ചോ. ഒരു ഉദാഹരണം പറഞ്ഞു. അതിനുശേഷം ഇത് കോടതി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളോട് ചോദിക്കും, നിങ്ങൾ ചോദിച്ചു നിങ്ങൾ കണ്ടു, ഓക്കെ സാറേ ഞാൻ കണ്ടതാ, എന്നാൽ അയാൾ ഏത് ഡ്രസ്സാണ് ഇട്ടിരുന്നത് എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഇന്ന ഡ്രസ്സ്, ഏത് കളറായിട്ടിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നുണയാണ് പറയുന്നെങ്കിൽ നമ്മളത് ഒപ്പടിക്കും. അതിനുശേഷം അടുത്ത ഹിയറിങ്ങിന് ചെന്ന് കഴിയുമ്പം ഈ സെയിം ചോദ്യം തന്നെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അന്ന് പറഞ്ഞ മൊഴി എല്ലാവർക്കും പിന്നെ പറയുന്നത്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യം വരും. മനസ്സിലായോ? നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണെങ്കിലേ ഉള്ളൂ നമുക്ക്
എപ്പോൾ ചോദിച്ചാലും നമുക്ക് ആ ഉത്തരം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. ഇതിപ്പോൾ ഇതിനകത്ത് തന്നെ സംഭവിച്ചേ, അന്നേരത്തെ തോന്നിയ കാര്യങ്ങൾ അവർ പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയിപ്പിച്ചെന്ന് തന്നെ കൂട്ടിക്കോ. പിന്നെ കോടതി ചെല്ലുമ്പോൾ കുറേ നാളിന് ശേഷം ഇവിടെ ചെന്ന് ഇവർ അന്നേരം എന്നാ പറഞ്ഞെന്നുള്ള കാര്യം ഇവർ വിട്ടുപോകുന്നു. ഈ മൊഴി മാറുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറഞ്ഞ സിനിമ കണ്ടാണോ? അതൊക്കെ ഏകദേശം ആ ഒരു ഉദാഹരണത്തിൽ പെടും. ആ സ്വർണ്ണമാല വിഴുങ്ങുന്നത് കണ്ടോ? ഇല്ല, കണ്ടില്ല, വിഴുങ്ങിയ പോലെ തോന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പോലീസുകാരൻ തന്നെ എഴുതി കണ്ടു, അങ്ങനെ എഴുതും. അത് കോടതി ചെന്ന് കഴിയുമ്പോൾ ചോദിക്കും ഇടത്തേക്ക് കാണോ വലത്തേക്ക് കാണോ വിഴുങ്ങിയെന്നൊക്കെ പെട്ടെന്നൊക്കെ ചോദിക്കും. നമ്മളവിടെ പപ്പ അടിക്കും, മൊഴി മാറി. മനസ്സിലായോ? ഇതൊക്കെയാണ് ഈ മൊഴി മാറ്റം എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളു കാര്യം. പിന്നെ അതുപോലെ തന്നെ നാദിർഷയുടെ മൊഴി, നാദിർഷ അന്ന് എന്നാ പറഞ്ഞത്? നാദിർഷ പറഞ്ഞത് അവൻ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും, അതായത് ശ്രദ്ധിക്കൂ, അവൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ട് എന്നോട് പറയും, എടാ ഇന്ന പോലെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് കാണണം, എനിക്ക് ഇന്ന പോലെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്നെങ്കിലും അവൻ എന്നോട് പറയും എന്നല്ലേ അയാൾ പറഞ്ഞത്. അതിനുശേഷം പത്രമാധ്യമങ്ങളിലൂടെ എന്നാ പറഞ്ഞത്? ദിലീപിനൊരു തെറ്റ് പറ്റി, അവൻ നാട്ടിൽ വരുമ്പോഴത്തേക്കും പറയാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് ഈ സാധനം വളച്ചൊടിച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ? പിന്നെ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് ദേ കിടക്കുന്നത് വേറെ ഐറ്റം. ആ പുള്ളി തന്നെ പറഞ്ഞ ദിലീപ് പോകുന്നു, അകത്തോട്ട് പോകുന്നു, രണ്ടെണ്ണം അടിക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു, അതിനുശേഷം ഇന്ന ആളെ തട്ടിക്കളയും, മറ്റേതാ മറിച്ചാണെന്നൊക്കെ പറഞ്ഞതാണ് പുള്ളി പറയുന്നത്. അവിടെ തന്നെ പണിവാളി. കോടതി ചെന്ന് കഴിഞ്ഞാൽ കോടതി ചോദിക്കും, കള്ളു പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ പറയുന്നതാണോടെ ഇവിടുത്തെ വലിയ കാര്യം എന്ന് ചോദിക്കും. മനസ്സിലായോ? കള്ളു പിടിച്ച് കഴിയുമ്പോഴത്തേക്കും പലതും പറയും. ശരിയല്ലേ? അവനെ ഞാൻ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം, മറ്റേതാ മറിച്ചാന്നൊക്കെ പലതും പറയും. ഇതൊന്നും കോടതി പോയി കോടതി എടുത്ത് ദൂരോട്ട് കളയത്തുള്ളൂ. നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞ അടുക്കളപ്പുറകെ വന്നിരുന്നത് ഈ പരദൂഷണം പറയുന്ന ഈ സാധനമൊക്കെ ആയിട്ട് കോടതിയിലോട്ട് ചെന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇവർ ഈ ഉടായ്പ പിടിച്ച് ഈ കത്തും അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ റെക്കോർഡിങ്ങും മറ്റൊന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് ഇതിൻ്റെ ബാക്കി അവരെന്നാ ഡിഫെൻഡ് ചെയ്തെന്ന് നമുക്ക് വല്ല അറിയാവോ? ഈ പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങളും പ്രോസിക്യൂഷൻ ഈ മാധ്യമങ്ങളോട് പറഞ്ഞ സാധനങ്ങളും അതൊക്കെയല്ലേ നമുക്കറിയത്തുള്ളൂ. അതിനുശേഷം അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ ദിലീപിൻ്റെ വക്കീൽ എന്താണ് വാദിച്ചത്, അവിടുത്തെ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വല്ലതും അറിയാവോ? അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരട്ടെ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുപോയ തെളിവുകളൊന്നും ഒരു സാധനം ഒരു വകയ്ക്കും കൊള്ളത്തില്ല. അതുകൊണ്ടാണ് ഈ പുള്ളിനെ വെറുതെ വിട്ടത്. ഈ ദിലീപിനെ കുറിച്ചുള്ള പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണ്, ഈ ദിലീപിൻ്റെ കയ്യിൽ കോടികളുടെ ആസ്തിയുണ്ട്. ഇത്രയും കോടികളുടെ ആസ്തിയുള്ള വ്യക്തി ഇതിലേക്കടെ ഈ തേരാപ്പാര കണ്ട ക്രിമിനൽ കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരു പൾസർ സുനിയെ ഈ കാര്യം ഏൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? അയാൾക്ക് വേണമെങ്കിൽ ആഫ്രിക്കയിലെ നീഗ്രോനെ കൊണ്ടുവന്നിട്ട് ഈ സാധനം ചെയ്യിക്കാൻ മേലെ. അതൊന്നും ചെയ്യിക്കാതെ പൾസർ സുനിയെ പോലെ ഒരാളെ ഏൽപ്പിച്ച് എന്നിട്ട് അക്കൗണ്ട് ട്രാൻസ്ഫറിന് ഇതൊക്കെ ആര് വിശ്വസിക്കാനായിട്ടാ? നിങ്ങളെപ്പോലെ ഈ പരദൂഷണം വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിക്കും. കോടതിയിലൊക്കെ ചെന്ന് ഈ സാധനം ഒന്നും നിൽക്കത്തില്ലെന്ന് വാദിഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദങ്ങൾ മുഴുവൻ കേട്ടതിന് ശേഷം ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞ കോടതിനെ ആർക്കും വിശ്വാസമില്ല. കാരണം മാധ്യമങ്ങൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനാണ് താല്പര്യം. വല്ലാത്ത സമൂഹം തന്നെ. ദിലീപ് വിരോധികൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു വ്യക്തിയാണല്ലോ പൾസർ സുനി. ഇനി പൾസർ സുനി നാളെ വേറെ ആരുടെങ്കിലും പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതും വിശ്വസിച്ചോണം കേട്ടോ. എനിക്ക് തോന്നുന്നത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഇയാൾ വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധ്യതയുണ്ടോ എന്നൊരു സംശയമാണ്. പിന്നെ പലരും ചോദിക്കുന്നതാണ് ഈ പൾസർ സുനിയുടെ ഈ കുറ്റകൃത്യം ചെയ്തല്ലോ, അപ്പോൾ അയാളുടെ പുറകിൽ ആരാണെന്ന് കണ്ടെത്തണ്ടേ എന്ന്. ഇതിപ്പോൾ എല്ലാത്തിൻ്റെയും പുറകിൽ ആരെങ്കിലും ഉണ്ടായിരിക്കണം തന്നെ അത്ര നിർബന്ധം? ഈ ഗോവിന്ദച്ചാമിനെ പോലുള്ളവരൊക്കെ സ്ത്രീകളെ പീഡിപ്പിച്ചത് അവരുടെ പുറകിൽ ആരെങ്കിലും ഉണ്ടായിട്ടാണോ? അല്ലല്ലോ. അതിപ്പോൾ അവരുടെ ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ട് ലൈംഗിക താല്പര്യത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്ത ഓരോ പരിപാടിയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇവൻ ഇതിന് മുമ്പ് ഓരോരോ പരിപാടികൾ ചെയ്തിട്ടുള്ളതല്ലേ. പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് നടികളെ ഇതുപോലെ പറയാൻ നടന്നിട്ടുണ്ട്. അവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നതായിട്ടൊക്കെ എത്രയോ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇങ്ങനെ ചെയ്തത്, അതിൻ്റെ പുറകിൽ ആരാണെന്ന് ഒക്കെ ഇങ്ങനെ ചിന്തിച്ച് എന്തിനാ പോകുന്നത്? ഇല്ലായിരിക്കാന്നങ്ങ് വിശ്വസിച്ചാൽ പോരെ. പോട്ടെ, ഈ 6 പ്രതികൾക്ക് ശിക്ഷ കിട്ടി. ഞാൻ നോക്കിയിട്ട് അതിജീവിതയ്ക്ക് തീർച്ചയായിട്ടും അവർക്ക് നീതി കിട്ടിയിട്ടുണ്ട്. അവർ പറഞ്ഞ 6 പേർക്കും കൃത്യമായിട്ട് ശിക്ഷയും ലഭിച്ചു. ഇത് ഇനിയിപ്പോൾ എന്താണ് ശിക്ഷ കൊടുക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം. അപ്പോൾ അവർക്ക് എന്തായാലും ശിക്ഷ ലഭിക്കുമല്ലോ. ഈ ദിലീപിനും കൂടെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വല്ലാത്ത ഒരു ആഗ്രഹമല്ലേ. ഈ ദിലീപിനെ എതിർക്കുന്നവരുണ്ടല്ലോ, ഇവർ പറയുന്നത് ഏതാണ്ട് തെളിവുണ്ട്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ ഇവർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ കേസിന് കക്ഷി ചേരി, എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള തെളിവെല്ലാം കൂടെ കൊണ്ട് കോടതി കൊണ്ട് കൊടുക്കുക, എന്നിട്ട് ദിലീപിന് ശിക്ഷ മേടിച്ചു കൊടുക്കുക. അല്ലാപ്പോൾ എന്നാ പറയാനായിട്ടാ? നിങ്ങളെല്ലാം ആ പടമുള്ള തെളിവെന്നാ. ഞങ്ങളുടെ ചക്കര പൾസർ സുനി പറഞ്ഞു ദിലീപാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന്. ഞങ്ങൾക്ക് പൾസറിന് അത്രയ്ക്ക് വിശ്വാസമാണ്. ഈ ഒരു സാധനം മാത്രമല്ലേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ, അല്ലേ? ഈ സാധനം പൊക്കി പിടിച്ചാൽ അങ്ങോട്ട് ചെല്ലു കോടതിയിലോട്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അടുക്കളപ്പുറകിൽ നിന്നോട് ഭരദൂഷണം പറയുന്ന പോലെ ഒന്ന് കോടതി പോയി എന്ന് പറഞ്ഞാൽ കേസ് ജയിക്കത്തില്ല. അവിടെ തെളിവുകളാണ് വേണ്ടത്. ഈ കേസിന്റെ തുടക്കം നിങ്ങളെല്ലാം മറന്നുപോയോ? ഈ കേസ് ആദ്യം ആരാ കൊടുത്തത്? ദിലീപാണ്. അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, പണം തട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളിയാണ് ആദ്യം കൊണ്ട് കേസ് കൊടുത്തത്. ഇങ്ങനെ കുറ്റം ചെയ്ത ഒരു വ്യക്തിയാണ് അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് പിടിക്കുക. എങ്ങനെയെങ്കിലും ആ പണം കൊടുത്ത് ഒതുക്കാനല്ലേ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ട് ആരൊക്കെ കേട്ടു എന്നൊന്നും എനിക്കറിയത്തില്ല. അഥവാ മുഴുവനായിട്ടും കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ മാധ്യമങ്ങൾ പറയുന്ന വാക്കുകളെല്ലാം അപ്പാടെ വിഴുങ്ങാതെ സ്വന്തം തലച്ചോറും യുക്തി അനുസരിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ പെമ്മക്കളുടെ അമ്മമാർ ആമക്കളുടെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ആമക്കളെ തവിട് കൊടുത്ത് മേടിച്ചതല്ല ഒന്ന് ആലോചിക്കുക. പിന്നെ വേറെ കാര്യമുണ്ട്, ആമക്കളെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെയല്ലേ. അപ്പോൾ ആമക്കളെയും കൂടെ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക.